തൃശൂർ പൂരം നടത്തിപ്പിൽ തീരുമാനമെടുക്കാൻ നിർണായക മന്ത്രിതല യോഗം ചേരുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ VN വാസവൻ, K രാജൻ, R ബിന്ദു, ജില്ലാ കളക്ടർ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. പൂരം നടത്തിപ്പിൽ പൊതുവികാരത്തിനൊപ്പം നിൽക്കുമെന്നാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം. ദേവസ്വങ്ങളുടെ ഭാഗം കേട്ട ശേഷമാകും അന്തിമ തീരുമാനമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ വ്യക്തമാക്കി. അതേസമയം ദുരന്ത ഭൂമിയിൽ പോലീസ് പരിശോധന നടക്കുകയാണ്. 100 കണക്കിന് പോലീസുകാർ ഒരേ സമയം പാടശേഖരത്ത് പരിശോധന നടത്തുകയാണ്. 300 കിലോ സ്ഫോടക വസ്തുക്കളാണ് സ്ഥലത്തുനിന്നും കണ്ടെത്തിയിരുന്നത്. ജേസൺ ചാമളപ്പിലും അഭിജിത്ത് മുഴക്കുന്നും അർജുൻ മട്ടന്നൂരുമാണ് വിവരങ്ങളുമായുള്ളത്. ആദ്യം ജേസണിലേക്കാണ്. ജേസൺ, ഇപ്പോൾ മന്ത്രിമാർ യോഗം ചേരുകയാണ്. ദേവസ്വങ്ങൾ വ്യക്തമാക്കിയിരുന്നത് സർക്കാർ എടുക്കുന്ന നിലപാടിനൊപ്പം നിൽക്കും എന്നുള്ളതാണ്. പക്ഷേ ചടങ്ങ് നടത്തണം എന്നുള്ളതാണ് അവരുടെ ഒരു വികാരം. എന്താണ് ഇപ്പോൾ ഈ യോഗത്തിന് വിശദാംശങ്ങൾ? യോഗം തുടങ്ങിയോ? സ്മൃതി, യോഗം ആരംഭിച്ചിരിക്കുന്നു. 3 സംസ്ഥാന മന്ത്രിമാർ, കേന്ദ്രമന്ത്രി, ജില്ലാ ഭരണകൂടം, അതുപോലെ തന്നെ പോലീസ്, മറ്റ് പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട മുഴുവൻ ഉദ്യോഗസ്ഥർക്ക് പുറമെ തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗ ദേവസ്വം ഭാരവാഹികൾ കൂടി യോഗത്തിൽ പങ്കെടുക്കുന്നു. ഒരു കാര്യം ഇപ്പോൾ ഏറ്റവും പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശം ദേവസ്വങ്ങളെ അറിയിച്ചിരിക്കുന്നു എന്നതാണ്. ആർഭാടങ്ങളില്ലാതെ പൂരം നടത്തണമെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശം വന്നിരിക്കുന്നത്. അതായത് പൂരം വെടിക്കെട്ട് പൂർണ്ണമായി ഒഴിവാക്കുക, കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്ന പൊതു ഇവന്റുകൾ, പൊതുപരിപാടികൾ ഒഴിവാക്കുക എന്നതാണ് പ്രധാനമായ നിർദ്ദേശം. അതേസമയം പൂരം അതിൻ്റെ എല്ലാ ചടങ്ങുകളോടും കൂടി നടത്തുക, ഈ നിർദ്ദേശമാണ് ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതിനോട് ദേവസ്വം പ്രതികരിച്ചിട്ടില്ല. ഈ ചർച്ചയ്ക്ക് ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ പോകും. പ്രധാനമായും വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ടുള്ള പൂരം എന്ന നിർദ്ദേശം ഇന്നലെ ഇരു ദേവസ്വങ്ങളും ആ രീതിയിലൊരു ചർച്ച വന്നിരുന്നു. പക്ഷേ ഇന്ന് പാറമേക്കാവ് ദേവസ്വം വ്യക്തമാക്കിയത് സാമ്പിൾ വെടിക്കെട്ട് ഒഴിവാക്കിക്കൊണ്ട് പൂരം വെടിക്കെട്ട് നടത്തണമെന്നുള്ള അനുമതി നൽകണമെന്ന നിർദ്ദേശം പാറമേക്കാവ് ദേവസ്വം മുന്നോട്ട് വെച്ചു. അതോടൊപ്പം തന്നെ പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ വെടിമരുന്ന്, അതായത് കരിമരുന്നിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന വെടിക്കോപ്പുകൾ, അത് പാലക്കാട് ജില്ലാ ഭരണകൂടം സീസ് ചെയ്തതിലും കേസെടുത്തതിനുമെതിരെ വലിയ പ്രതിഷേധവും പാറമേക്കാവ് ദേവസ്വം മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്നാലും ഏത് രീതിയിലാണെങ്കിൽ പോലും പൂരം നടത്തണമെന്ന വികാരം പൊതുവെ ഉയർന്നു വരുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ പൂരം നല്ല രീതിയിൽ നടത്തണമെന്ന നിർദ്ദേശം വീണ്ടും ദേവസ്വങ്ങൾ മുന്നോട്ട് വയ്ക്കും. ഇതൊരു സമവായ ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകും. ഏതെല്ലാം കാര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാനാകുമെന്ന ചർച്ചയിലൂടെ മാത്രം ഇപ്പോൾ പറയാൻ കഴിയൂ. ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ വളരെ വ്യക്തമാണ്. വലിയ രീതിയിൽ മരണം സംഭവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ പൊതുജനവികാരത്തെ കൂടി മാനിച്ചുകൊണ്ട് വലിയ തോതിലുള്ള ആഘോഷങ്ങൾ ഒഴിവാക്കണം, ആർഭാടങ്ങളില്ലാതെ പൂരം നടത്തണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. ഇതിനോട് ദേവസ്വങ്ങൾ ഇനിയും പ്രതികരിച്ചിട്ടില്ല. ഈ ചർച്ചയ്ക്ക് ശേഷം എന്ത് തീരുമാനത്തിലെത്തും എന്നതാണ്. ശരി, അഭിജിത്ത്, പാറമേക്കാവ് ദേവസ്വം എടുക്കുന്ന നിലപാട് ഏതാണ്ട് വ്യക്തമാണല്ലോ. ചടങ്ങുകൾ നടത്തണം എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ചട്ടലംഘനം ഉണ്ടായിട്ടുണ്ട് എന്നതിന്റെ വിവരങ്ങളടക്കം പുറത്തു വരുമ്പോൾ എന്താണ് അതിലൂടെ അവർ പ്രതികരിക്കുന്നത്? തീർച്ചയായും സ്മൃതി, അങ്ങനെ തന്നെയാണ്. അവർ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് 2006 നടന്ന അപകടമാണ്. അന്ന് ഈ രീതിയിലുള്ള ഒരു വെടിക്കെട്ട് അപകടം ഉണ്ടാവുകയും പക്ഷേ പൂരം അതിൻ്റെ യഥാക്രമം തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ജില്ലാ ഭരണകൂടത്തിന് ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ എന്തിനാണ് ജില്ലാ ഭരണകൂടം ഒരു എതിർപ്പ് മുന്നോട്ട് വെക്കുന്നത് തുടങ്ങിയ ചോദ്യമാണ് പാറമേക്കാവ് പ്രധാനമായും ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം വെടിക്കെട്ട് ഒഴിവാക്കാം എന്നുള്ളൊരു നീക്കത്തിലേക്ക്, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, അതിനൊരു സാധ്യതയൊക്കെ പാറമേക്കാവ് ദേവസ്വം സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ഇന്നലെ അവരുടെ ഭരണസമിതി യോഗവും അതുപോലെ തന്നെ ആഘോഷ കമ്മിറ്റിയിലും ഉയർന്ന ഒരു പൊതുവികാരം വെടിക്കെട്ട് കൂടി നടത്തണം എന്നുള്ളതാണ്. അതായത് സാമ്പിൾ വെടിക്കെട്ട് ഒഴിവാക്കാം, പക്ഷേ മറ്റു വെടിക്കെട്ടുകൾ പൂർണ്ണാർത്ഥത്തിൽ തന്നെ നടത്തുക എന്നുള്ളൊരു തീരുമാനമാണ് ഉയർന്നു വന്നത് എന്നും അതൊരു ജനവികാരമാണ് എന്നും ദേശത്തിന്റെ വികാരം അത് ഈ യോഗത്തിൽ അറിയിക്കും എന്നുള്ളതാണ് പാറമേക്കാവ് നിലവിൽ വ്യക്തമാക്കിയ കാര്യം. അതായത് ആചാരവും ആഘോഷവും ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന കാര്യത്തിൽ അവർക്ക് മറിച്ചൊരു അഭിപ്രായമില്ല. തിരുവമ്പാടി പക്ഷേ വെടിക്കെട്ട് ഒഴിവാക്കണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ അവരുടെ ഒരു അഭിപ്രായമായി മുന്നോട്ട് വരുന്നുണ്ട്. ഏതായാലും അത് എന്താണ്, അത് സംബന്ധിച്ച് എന്താണ് ഇന്നിപ്പോൾ ഈ യോഗത്തിൽ തീരുമാനമുണ്ടാവുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം തന്നെ ഈ വെടിമരുന്നുകളുമായി ബന്ധപ്പെട്ട് കേസെടുത്തതിനെതിരെ കൂടി ഒരു നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസമാണ് പാറമേക്കാവിലിൻ്റെ ഈ വെടിമരുന്നുകൾ സൂക്ഷിച്ച ആ ഉടമയ്ക്കെതിരെ കേസെടുത്തത്. അപ്പോൾ ആ കേസെടുക്കുന്നത് ഒരു കണ്ണിൽ പൊടിയിടാനുള്ള നടപടിയാണ്. അതിൽ നിന്ന് കമ്മീഷണറും കലക്ടറും അത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്മാറണം എന്നുള്ളൊരു ആവശ്യം കൂടിയാണ് ഏതായാലും പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി G രാജേഷ് വ്യക്തമാക്കുന്ന കാര്യം. അതായത് ഇതിലിപ്പോൾ ഈ വെടിമരുന്നുകളുമായി ബന്ധപ്പെട്ട് അത് ശേഖരിച്ച് വെക്കേണ്ടതുണ്ട്. അതിന് കൃത്യമായ ഒരു അളവുണ്ട്. അതിപ്പോൾ വലിയ അളവിൽ തന്നെ ശേഖരിക്കണം. അപ്പോൾ അതൊക്കെ ഈ കാര്യങ്ങൾ മന്ത്രിമാർക്കും ഒപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിലും പോലീസിനും ഒക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷേ എന്നിട്ടും കേസെടുക്കുന്ന ഒരു നടപടിയിലേക്ക് പോയി അത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമാണ് എന്നുള്ളൊരു കുറ്റപ്പെടുത്തൽ കൂടി ഏതായാലും ഈ പാറമേക്കാവ് ദേവസ്വത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നുണ്ട്. നിലവിൽ ഈ പൂരം, അതിന്റെ ചടങ്ങുകൾ, ആചാരങ്ങൾ, ആഘോഷങ്ങളൊക്കെ പൂർണ്ണമായി ഒഴിവാക്കണം എന്ന ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു നിലപാടിലേക്ക് ഈ ദേവസ്വങ്ങൾ എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അർജുനിലേക്ക് കൂടി പോകുന്നു. അർജുൻ, ദുരന്ത ഭൂമിയിൽ ഇപ്പോൾ
100-ലധികം പോലീസുകാർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോഴും സ്ഫോടന വസ്തുക്കൾ ഉണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കാനാകുന്നത്. അതോടൊപ്പം തന്നെ ശരീരഭാഗങ്ങൾ കണ്ടെത്തുന്നതും തുടരുന്നുണ്ടോ അർജുൻ? തീർച്ചയായും സ്മൃതി, എല്ലാ സാധ്യതകളും പോലീസ് ഉപയോഗിക്കുകയാണ്. ഇന്നും 3 കടാവർ നായകളെ ഉപയോഗിച്ച് രാവിലെ 7:30 മുതൽ മണിക്കൂറുകളോളം പോലീസ് പരിശോധന നടത്തിയിരുന്നു. പല ഭാഗങ്ങളിൽ നിന്നും മൃതദേഹ അവശിഷ്ടങ്ങൾ, ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ തന്നെ പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. വലിയ പാടശേഖരമാണ്, കൃഷി ഇറക്കിയ സ്ഥലമാണ്. ഇവിടെ പല പാടങ്ങളിലും വെള്ളമുണ്ട്. അതൊക്കെ തന്നെ പ്രതിസന്ധിയാണ്. എന്തായാലും ഇന്നത്തോടുകൂടി പരിശോധന പൂർത്തിയാക്കാനാണ് പോലീസിന്റെ തീരുമാനം. അതിന് മുന്നോടിയായിട്ടാണ് ഇപ്പോൾ 200-ലധികം പോലീസുകാരെ ഒരേ സമയം വിന്യസിച്ചുകൊണ്ട് ഈ പാടശേഖരത്തിൽ മുഴുവൻ ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ പോലീസുകാർ ഈ പാടശേഖരത്തിലൊക്കെ തന്നെ ഇത്തരത്തിൽ അവശിഷ്ടങ്ങൾ തിരയുകയാണ്. ഈ പാടശേഖരത്തിന്റെ മധ്യഭാഗത്തായി കാണുന്ന ഈ ഒരു ചെറിയ പറമ്പിലാണ്, ഏതാണ്ട് ഒരു 2 ഏക്കറിലധികം വരുന്ന ഈ പറമ്പിലാണ് ഈ വെടിക്കെട്ട് പുരകൾ ഉണ്ടായിരുന്നത്. അവിടെയാണ് ഈ സ്ഫോടനം ഉണ്ടായത്. അവിടെ നിന്ന് ഈ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ ഈ അവശിഷ്ടങ്ങൾ മീറ്ററുകളോളം ദൂരേക്ക് തെറിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ ആകമാനം പോലീസ് ഒരേ സമയം പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടി പരിശോധന പൂർത്തിയാക്കി ഇതിന്റെ നിയന്ത്രണം AR ക്യാമ്പിനെ ഏൽപ്പിക്കുമെന്നാണ് ഇപ്പോൾ ACP അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇത് പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലായിരിക്കും. പ്രത്യേകിച്ച് ഈ സ്ഫോടനം നടന്ന മേഖലയിലേക്ക് മറ്റുള്ളവർ കടന്നു വരുന്നത് ഒഴിവാക്കാൻ അടക്കമുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുകയും ചെയ്യും. ഇന്ന് നടത്തിയ പരിശോധനയിൽ ആകെ ഇവിടെ ഇപ്പോൾ ഇതുവരെ കണ്ടെത്തിയത് 200 മുതൽ 300 കിലോഗ്രാം വരെയുള്ള സ്ഫോടക വസ്തുക്കൾ ഇപ്പോഴും ഇവിടെയുണ്ട് എന്നുള്ളതാണ്. അതെല്ലാം തന്നെ പോലീസ് ഇപ്പോൾ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇവിടെ നിന്ന് ഇന്ന് തന്നെ നീക്കം ചെയ്യുകയും ചെയ്യും. അതിനുശേഷം മജിസ്ട്രേറ്റിന്റെ അനുമതിയോടുകൂടിയായിരിക്കും അത് നിർവീര്യമാക്കുന്ന നടപടിയിലേക്ക് കടക്കുക. നിലവിൽ 37 പേരാണ് ഈ അപകട സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിൽ 4 പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മൃതദേഹം അടക്കം 4 പേരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഒരു മൃതദേഹം കഴിഞ്ഞ ദിവസം ലഭിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ ആകെ 37 എന്ന കണക്കിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം എന്തുകൊണ്ടാണ് അപകടം പരിശോധനയും ഒരു വശത്ത് നടക്കുന്നുണ്ട്. പോലീസ് പരിശോധന നടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്.